കുട്ടീസ്, ഇതിന് മക്കൾക്ക് എല്ലാവർക്കും ഇപ്പൊ ആനുവൽ എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസുകൾ വന്ന് കാണാറുണ്ട് അല്ലെ. അപ്പൊ പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അറിയുന്ന കുറച്ച് പോയിന്റ്സുകൾ ഒന്നുകൂടെ ഒന്ന് പൊടി തട്ടിയെടുക്കാം. സോ ചതുരത്തിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ റെക്ടാംഗിളിന്റെ പ്രത്യേകതകൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. റെക്ടാംഗിളിന് 4 സൈഡ്സുകൾ ഉണ്ട്, അതുപോലെ തന്നെ 4 കോർണേഴ്സുകൾ ഉണ്ട് അല്ലെ, 4 മൂലകളും ഉണ്ട്, 4 വശങ്ങളും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഇനിയോ അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള വേറൊരു കാര്യം പറയുവാണെങ്കിൽ അതിന്റെ എതിർവശങ്ങൾ അല്ലെ, എതിരെയുള്ള വശങ്ങൾ എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പൊ ഇത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 5 സെന്റിമീറ്റർ ആയിരിക്കും, ഇത് 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇപ്പുറത്തും 3 സെന്റിമീറ്റർ ആയിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇനിയോ എല്ലാ ആംഗിൾസുകളും 90 ഡിഗ്രി ആയിരിക്കും. ഇത് ഒരു എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പോയിന്റ് ആണ്. സോ നമ്മൾ ഒരു സ്ക്വയർ എടുക്കുകയാണെങ്കിൽ സ്ക്വയറിന് ഇത്രയും നമ്മളെ ചതുരത്തിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്, പക്ഷെ അതിന് കൂടെ നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ വശങ്ങളും തുല്യമായിരിക്കും അല്ലെ. നമ്മൾ നോക്കുവാണെങ്കിൽ റെക്ടാംഗിളിനേക്കാളും നമുക്ക് സ്ക്വയർ പറയുവാണെങ്കിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ട് തോന്നും. ദെൻ അടുത്തത് നിങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ടും അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. എന്താണ്? 4 വശങ്ങളും ഒരേ നീളമുള്ള ചതുരമാണ് സമചതുരം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എല്ലാ സമചതുരങ്ങളും ചതുരമാണ്, പക്ഷേ എല്ലാ ചതുരവും സമചതുരമല്ല. സോ ഈ ഒരു എക്സ്ട്രാ പോയിന്റ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത് ഒരു പക്ഷേ സ്റ്റേറ്റ്മെന്റിൽ ഇത് നിങ്ങൾക്ക് ചോദിച്ചേക്കാം. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യരുത്, തെറ്റിക്കരുത്. എപ്പോഴും ഒന്നുകൂടെ പറയാം, എല്ലാ സമചതുരവും ചതുരമാണ്, പക്ഷേ എല്ലാ ചതുരവും സമചതുരമല്ല. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെച്ച് തന്നെ നിങ്ങൾ എക്സാമിന് പോവുക.